നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ആതിഥ്യമരുളാൻ കൊതിച്ച് ഒരു അതിഥി മന്ദിരം നിർമ്മാണം പൂർത്തിയായി 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും തിരുവില്ലാമലയിലെ സർക്കാർ അതിഥി മന്ദിരത്തിൽ നാളിതുവരെയായിട്ടും ഒരു അതിഥി പോലും എത്തിയിട്ടില്ല. ജനൽ ചില്ലുകൾ തകർന്നും സീലിംഗ് അടർന്നു വീണും ശോചനീയ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ് ഈ കെട്ടിടം. തിരുവില്ലാമലയിലെ സർക്കാർ അതിഥി മന്ദിരം പണി പൂർത്തിയായിട്ട് 20 വർഷം പിന്നിട്ടു. എന്നാൽ നാളിതുവരെയായിട്ടും ഒരു അതിഥി പോലും അന്തേവാസിയായി ഇവിടെ എത്തിയിട്ടില്ല എന്നതാണ് പ്രത്യേകത. വില്വാദ്രിനാഥ ക്ഷേത്രത്തിനു സമീപം സ്ഥിതി ചെയ്യുന്ന ഈ അതിഥി മന്ദിരം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ സംവിധാനത്തിലെ ഈ അതിഥി മന്ദിരം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ക്ഷേത്ര ദർശനത്തിനും മറ്റുമായി ഇവിടേക്ക് മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് ആശ്രയമാകേണ്ട ഈ കെട്ടിടം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. വില്വാദ്രിനാഥ ഏകാദശി മഹോത്സവത്തിന് മുന്നോടിയായെങ്കിലും ഈ അതിഥി മന്ദിരം തുറന്നു നൽകണമെന്ന് പൊതുപ്രവർത്തകയായ ഷീല പണിക്കർ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് തിരുവില്ലാമല പഞ്ചായത്തിലുള്ള ഒരു അതിഥി മന്ദിരത്തിന്റെ മുന്നിലാണ്. നിർഭാഗ്യവശാൽ ഈ അതിഥി മന്ദിരം 2 പതിറ്റാണ്ടായി ഇത് പണി കഴിപ്പിച്ചിട്ട് നിർഭാഗ്യവശാൽ ഈ അതിഥി മന്ദിരത്തിന് ഒരു അതിഥിയെ പോലും ആതിഥ്യമരുളാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് PWD തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത്, കേരള സർക്കാർ എല്ലാവരും സംയുക്തമായി പണി കഴിപ്പിച്ച ഒരു അതിഥി മന്ദിരമാണ്. അത് ഇവിടെയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരു ക്ഷേത്രമാണ് ഷിർദി സായിബാബ. ഇതിൻ്റെ തൊട്ടടുത്താണ് പറക്കോട്ടുകാവ്, തിരുവില്ലാമല ക്ഷേത്രം, ഐവർ മഠം, എല്ലാ അമ്പലങ്ങളും സമുച്ചയമായി ഇവിടെ ഉള്ളപ്പോൾ ഒരു അതിഥിക്ക് താമസിക്കാൻ പോലും പറ്റാതെ 20 വർഷക്കാലമായി ഇത് ശോചനീയ അവസ്ഥയിലാണ്. അപ്പോൾ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ തകർന്നും സീലിംഗ് അടർന്നു വീണും ശോചനീയാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന ഈ കെട്ടിടം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം.